ദേശനിവാസികൾ, ഇവിടുത്തെ കടകളിൽ ബിസിനസ് ചെയ്യുന്ന വാത്സല്യ സഹോദരങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളികളായിരിക്കുന്ന സഹോദരങ്ങൾ, പല ആവശ്യങ്ങൾക്ക് വേണ്ടി കവലയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ നാട്ടുകാർക്കും സ്നേഹിതർക്കും സുഹൃത്തുക്കൾക്കും വൈകിവേളയിൽ നിസ്തുല്യനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. മദ്യം, മയക്കുമരുന്ന്, സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി, ഇതിനെ എന്ത് പരിഹാരം എന്നൊരു വിഷയത്തിനാസ്പദമായി പർദീസ മിനിസ്ട്രീസ് ഒരുക്കുന്ന സ്വാതന്ത്ര്യാനന്തര മദ്യം, മയക്കുമരുന്ന്, ലഹരി വിരുദ്ധ സെമിനാറിന്റെ ഭാഗമായാണ് ഈ വൈകിവേളയിൽ ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി റോമാ സാമ്രാജ്യമായ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കോളനികളിൽ നിന്ന് ആദർശധീരനായ ബാപ്പുജി ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്നു. സ്വാതന്ത്ര്യലബ്ധിയുടെ 79ാമത് വർഷത്തിലേക്ക് നാം കടക്കുകയാണ്. ഏകദേശം 78 വർഷങ്ങൾ സുന്ദരമായ ഇന്ത്യയും ഭാവികാല ഇന്ത്യയുമായി കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴ പോകുമ്പോൾ 79ലേക്ക് കടക്കുന്ന ഇവിടുത്തെ സ്വാതന്ത്ര്യപരമായ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന മൂല്യച്യുതികളെ പറ്റി സ്വാതന്ത്ര്യദിനത്തിന് മുന്നേ ഞങ്ങൾ നടത്തുന്ന മദ്യം, മയക്കുമരുന്ന് ബോധവൽക്കരണ സെമിനാറിന്റെ ഭാഗമായാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. 850 കോടി ജനങ്ങളുള്ള ഒരു ലോകത്തിലാണ് നാം വസിക്കുന്നത്. 6500-ൽ പരം ഭാഷ സംസാരിക്കുന്ന മാനവിക സംസ്കാരം ഇവിടെയുണ്ട്. 262 രാഷ്ട്രങ്ങൾ ലോകത്തിലുണ്ട്. അതോടൊപ്പം തന്നെ 7 ഭൂഖണ്ഡങ്ങളും ഈ ലോകത്തിലുണ്ട്. അതിൽ നമ്മുടെ രാഷ്ട്രം ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യ സാംസ്കാരികമുള്ള നല്ലൊരു രാഷ്ട്രമായി മുന്നേറുന്നു. ഭാവി ഇന്ത്യയും ഏകദേശം 145 കോടിയിലേക്ക് കുതിക്കുന്ന ഇന്ത്യ, നമ്മുടെ ഇന്ത്യ, അതിലൊരു കൊച്ചു സംസ്ഥാനമാണ് നാം പാർക്കുന്ന കേരളം. ഏകദേശം 14 ഡിസ്ട്രിക്റ്റും 3.5 കോടി ജനവുമുള്ള സുന്ദരമായ കേരളം, സാക്ഷര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. വലിയൊരു വിപത്ത് നമ്മുടെ മാനവകുലത്തെ ഈ ദിവസങ്ങളിൽ പിടിച്ചുലച്ചത് നമ്മൾക്കറിയാം. കോവിഡ് എന്ന മഹാമാരി 2019 ഒക്ടോബർ മാസം ചൈനയിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് ആയിരുന്ന കോവിഡ് വൈറസ് ഏകദേശം ലോകത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ വേഗത്തിൽ മരണത്തിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പ്രത്യേകത, കളിക്കാവിള മുതൽ കാസർഗോഡ് തലപ്പാടി വരെ 83,000 പേര് ഈ കോവിഡിനകത്തുനിന്ന് ഈ മഹാവ്യാധിയിൽ മാറ്റപ്പെട്ടത്. ധനവാനും ദരിദ്രനും ചെറുപ്പക്കാരനും പിഞ്ചു കുഞ്ഞുങ്ങളുമൊക്കെയും 1 ഗ്രാം വൈറസിന്റെ ആധിക്യത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരും കോവിഡ് എന്ന് കുറഞ്ഞിട്ടും അതിനുശേഷവും ഒരു ചിന്താഗതിയിലേക്ക് മടങ്ങി വന്ന് ചുറ്റാവിനെ അറിയാതെ സ്വയം ചിന്തിക്കുന്ന രീതിയിൽ പോകുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യദിനം അടുത്തു വരുമ്പോൾ ഞങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. കൊച്ചു കേരളത്തെ നിങ്ങൾ നോക്കുമ്പോൾ 7-8 വിഷയങ്ങൾ ഇവിടെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. 100% സാക്ഷരത നേടിയ കലാലയങ്ങളും ബോധവൽക്കരണ സെമിനാറുകളുമെല്ലാം ഇവിടെ ആഞ്ഞടിക്കുമ്പോൾ ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ആത്മഹത്യ കുട്ടികളിലും അധികമായി പെരുകിക്കൊണ്ടിരിക്കുന്നു. +2-നോ 10ാം ക്ലാസ്സിലോ മുഴുവൻ റിസൾട്ട് കിട്ടാതെ ഇരിക്കുമ്പോൾ ഈ കുട്ടികൾ മാതാപിതാക്കളുടെയോ കൂട്ടുകാരുടെയോ ഒക്കെ സമ്മർദ്ദത്തിന് വിധേയമായി അവർ കെട്ടിത്തൂങ്ങി മരിക്കുന്ന ഒരു കാലം ഇവിടെ കേരളത്തിൽ വന്നിരിക്കുന്നു. ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ബാങ്ക് വായ്പകൾ, കടഭാരങ്ങൾ, ഇതിൽ നിന്നെല്ലാം വലിയ ലോൺ എടുത്തുകൊണ്ട് നാളെയുടെ സമ്മർദ്ദത്തെ നോക്കിക്കൊണ്ട് ഇവിടെ ആത്മഹത്യ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ഏറ്റവും നിർണായകമായുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുടുംബ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഭർത്താവ് വെള്ളത്തിൽ ചാടി മരിക്കുന്നു, ഭാര്യ കെട്ടിത്തൂങ്ങി മരിക്കുന്നു. ദൈവം കൊടുത്ത ആയുസിനെ വിവേചിച്ചുകൊണ്ട് ആത്മഹത്യ ഇവിടെ വരവേൽക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളൊക്കെ സെമിനാർ നടക്കുന്നു, കലാലയങ്ങളിൽ സെമിനാർ നടക്കുന്നു. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് ഓരോ നേതാക്കന്മാരും ഘോരഘോരം വഴിത്താരകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴും അതുപോലെ മലയാളത്തിലെ മീഡിയകളുമെല്ലാം ആത്മഹത്യക്കെതിരെ വളരെ ക്യാമ്പയിനുകൾ നടത്തുമ്പോഴും കൊച്ചു കേരളത്തിൽ ഏകദേശം 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു ദിവസം 12ഓളം പേർ ആത്മഹത്യക്ക് വിധേയരാകുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് നാം കാണുന്നത്. ഇതിനൊക്കെ ഒരു പോംവഴി വേണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കവലയ്ക്കകത്ത് ഓരോ ദിവസങ്ങളിൽ ഇതിനെതിരെ ഞങ്ങൾ പ്രസംഗിക്കുകയും ഒരു വ്യക്തിയെങ്കിലും ഇതിൽ നിന്ന് മടങ്ങി വരുവാൻ വേണ്ടി കാക്ഷിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, കേരളത്തെ കാർന്നു നിന്ന വിപത്തായി കൊലപാതക പരമ്പരകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താ കൊലപാതക പരമ്പര?
ഒരു കാലത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിലെ നിർണായകമായിരുന്നു. എന്തായാലും കോവിഡിന് ശേഷം രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ അസ്തമിച്ചു. രാഷ്ട്രീയ പാർട്ടിയിലെ സുഹൃത്തുക്കൾ സഹോദരങ്ങളെ പോലെ കഴിയുമ്പോൾ ഇന്ന് ഭവനങ്ങളിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു. നമ്മുടെ നെടുമങ്ങാടിനടുത്ത് വെഞ്ഞാറമൂട് തന്നെ ഒരു പൈതൽ, ഒരു പ്രായം അധികമില്ലാത്ത കുഞ്ഞ് 5 പേരെ മിനിറ്റുകൾ കൊണ്ട് 3 മണിക്കൂറിനകത്ത് കത്തിക്ക് വിധേയമാക്കിയ കാഴ്ച കണ്ടത് നമ്മുടെ നെടുമങ്ങാടിന് സമീപം വെഞ്ഞാറമൂട്. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾക്കറിയാം, ഓരോ പട്ടണങ്ങളിൽ ചെന്ന കൊലപാതകങ്ങളുടെ പ്രളയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയം പയ്യപ്പാടിയിൽ നോക്കുമ്പോൾ ഭാര്യയുടെ കഴുത്തിറക്കുന്ന ഭർത്താവ്, അത് കഴിഞ്ഞിട്ട് ഇടുക്കി ഉപ്പുതറയിൽ നോക്കുമ്പോൾ ഭർത്താവിന്റെ കഴുത്തിറക്കുന്ന ഭാര്യ, അങ്ങനെയുള്ള വിവിധ തരം കൊലപാതകങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് ഏവർക്കും അറിയാം, ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ സ്വന്തം മക്കളെ പോലും കൊന്നിട്ട് അവരും കൊലപാതകത്തിന് വിധേയമാകുന്നു. നമ്മുടെ കേരളത്തെ ഞെട്ടിച്ച കൊലപാതകങ്ങളുടെ പരമ്പര തിരുവനന്തപുരം ജില്ലയിൽ അധികമാണ്. തിരുവനന്തപുരത്തെ കാടൽ ജിംസൺ രാജ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു നല്ല കുടുംബത്തിൽ പിറന്നവൻ, അപ്പനെയും അമ്മയെയും പെങ്ങളെയും ബന്ധുവിനെയും പച്ചയ്ക്ക് കൊന്നിട്ട് അവൻ പെട്രോൾ പമ്പിൽ നിന്ന് തീയടിച്ച കാഴ്ച കണ്ട് തിരുവനന്തപുരം ഞെട്ടിപ്പോയി. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുക. നമ്മൾ നിൽക്കുന്ന ഈ തിരുവനന്തപുരത്ത് വെള്ളറടയിൽ തന്നെ, വെള്ളറടയിൽ ജോസേട്ടൻ എന്ന് പറയുന്ന ഒരു നല്ല ഒരു അപ്പനെ മകൻ പ്രജിൻ പച്ചയ്ക്ക് കൊന്നിട്ട് പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് കീഴടങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ അപ്പനെ കൊന്നെന്ന്. നൊന്ത് പ്രസവിച്ച മാതാപിതാക്കളെ പോലെ നിഷ്ഠൂരമായി കൊലപാതകം നടത്തുന്ന കേരളം, ഒരുപക്ഷെ 9 മാസവും 9 ദിവസവും 9 വിനാടികയെ നൊന്ത് പ്രസവിച്ച് ആറ്റുനോറ്റിരുന്ന മകൻ വളർന്നു വരുമ്പോൾ അപ്പനും അമ്മയ്ക്കും നല്ല ഭാവി കൊടുത്തവർക്ക് ഒരുപക്ഷെ വെള്ളവും ആഹാരവും കൊടുക്കുന്ന മനസ്സിന്റെ ചിന്തയോടെ മുന്നോട്ട് പോകുമ്പോൾ കയ്യിലിരിക്കുന്ന 4 ഇഞ്ച് നീളമുള്ള കത്തി കൊണ്ട് അപ്പനെയും അമ്മയും കുത്തിക്കൊല്ലുന്ന കേരളം, ജനിച്ച കുഞ്ഞുങ്ങളെ പോലും പച്ചയ്ക്ക് കൊല്ലുന്ന കേരളം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരം ബാലരാമപുരത്ത് 9 മാസം 9 ദിവസം 9 വിനാടികയെ നൊന്ത് പ്രസവിച്ച 2 വയസ്സുള്ള ദേവനന്ദ എന്ന് പറയുന്ന കുഞ്ഞുമോളെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേരളം. കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളോട് പോലും അരാജകത്വം കാണിച്ചുകൊണ്ട് എറണാകുളത്ത് ഏറ്റവും നിർണായകമായി വൈറ്റിലയിൽ ഒരു കുഞ്ഞിനെ അമ്മ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം ഓടുന്ന ബസ്സിന് മുമ്പ് ആമസോൺ കവർണകത്ത് എറിഞ്ഞു കൊന്ന കേരളം. ഇതിനകത്തൊക്കെ ഒരു പരിഹാരം വേണ്ട. ഇവിടുത്തെ നിയമസംഹിതകളും തത്വസംഹിതകളും CRPC, IPS, BNS ഭാരതീയ ന്യായ സംഹിതയൊക്കെ ഇവിടെ നടക്കുമ്പോഴും നിയമം കഠിനമാക്കുമ്പോഴും ഇതിനകത്ത് നിന്ന് മടങ്ങി വരുവാൻ ഒരു കുഞ്ഞു പോലും ആഗ്രഹിക്കുന്നില്ല. അതിനൊക്കെ ഒരു വിടുതൽ വേണ്ടേ? സ്വാതന്ത്ര്യ ദിനത്തിന് മുന്നോടിയായി ഇതിനൊക്കെ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കവയിൽ നിന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നത്. മൂന്നാമത്തെ കാര്യമായി സാക്ഷര കേരളം, സുന്ദര കേരളം. അതിന്റെ മൂന്നാമത്തെ ഭവിഷ്യത്ത് വിവാഹമോചനം. വിവാഹം എന്ന് പറയുന്നത് ഒരപ്പനും അമ്മയ്ക്കും ഒരച്ഛനും അമ്മയ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആറ്റുനോറ്റിരിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ നല്ലൊരു മംഗല്യം കാണാനാ. ഒന്നാമത്തെ കാര്യം, ഇന്ന് വിവാഹം തന്നെ കുറവാണ്. ഇഷ്ടമുള്ളതിന്റെ പുറകെ പോകുന്ന ഒരു കാലഘട്ടമാണ്. പഴയ കാലത്ത് നമ്മൾ പഠിക്കുമ്പോൾ അച്ഛനും അമ്മയും ആലോചിച്ചൊരു പെൺകുട്ടിക്ക് ഒരു ചെറുപ്പക്കാരനെ തേടുകയും ഭാവിയുടെ വാഗ്ദാനമായി നല്ലൊരു കുടുംബത്തെ കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതിനോടനുബന്ധിച്ച് ഈ ക്രൈസ്തവ മതമാകട്ടെ, ഹൈന്ദവ മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ വിവാഹത്തിന് നല്ല ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവർ ഒരു വിവാഹ ശുശ്രൂഷയിലേക്ക് പോകുന്നത്. ഇന്ന് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ പെൺകുട്ടിക്ക് തേടാം, പെൺകുട്ടിക്ക് ചെറുപ്പക്കാരനെ തേടാം. ഓൺലൈൻ മാരേജുകൾ, അതുപോലെ തന്നെ ലൊക്കാൻഡോ വെബ്സൈറ്റുകൾ, അതുപോലെ ലിവിംഗ് ടുഗദറുകളെല്ലാം വിവാഹമോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ജനിച്ചു വളർത്തിയ അപ്പൻ വേണ്ട, അമ്മ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, ബന്ധുമിത്രാദികൾ വേണ്ട. ഒരു മൊബൈലിനകത്ത് കൈവച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരനെയും പെൺകുട്ടിയെയും കിട്ടിക്കൊണ്ട് ഒരുപക്ഷെ ആചാരിയോ പൂജാരിയോ ഇല്ലാതെ, അച്ഛനോ പാസ്റ്ററോ ഇല്ലാതെ, ഒരു മൗലവിയോ ഇല്ലാതെ എവിടെങ്കിലും രജിസ്റ്റേർഡ് ഓഫീസിൽ പോയി നൊന്ത് വളർത്തിയ മക്കൾ ഇണ തേടുന്ന ഒരു കാലഘട്ടമായി ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് വിവാഹ മോചനം എന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു. വളരെ വേദനയോടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കേരളത്തിലെ കുടുംബ കോടതികളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിവാഹ മോചനത്തിന്റെ കേസുകളാണ്. അത് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി പറയുവാനുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാ VK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തിരുവല്ലയുടെ മുൻ മന്ത്രിയും ഇപ്പോൾ MLA ആയിരിക്കുന്ന മാത്യു ടി തോമസ് അദ്ദേഹം എഴുന്നേറ്റ് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറ് ആദ്യത്തെ വിവാഹമോചന കോടതി ഞങ്ങൾക്ക് തന്നെ തിരുവല്ലയിൽ തരണം. എന്താ അതിന്റെ പ്രത്യേകത? ഏറ്റവും കൂടുതൽ ക്രൈസ്തവ കൺവെൻഷൻ നടക്കുന്നത് മാരാമണ്ണും കുമ്പനാടും തിരുവല്ലയും കൺവെൻഷൻ നടക്കുന്ന വചനം കേട്ട സ്ഥലത്ത് പോലും ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളിൽ പോലും അധികമായി വിവാഹമോചനം നേരിടുന്നു. ഞങ്ങൾക്കത് പുറമെ പറയുന്നതിന് കാര്യം ഉണ്ട്. അതുകൊണ്ടാ പച്ചയ്ക്ക് ഞങ്ങൾ ഇത് പറയുന്നത്. ജനിച്ചു വളർത്തപ്പെട്ട മക്കളുടെ ഭാവി കണ്ട് സന്തോഷത്തോടെ വാർദ്ധക്യകാലത്ത് കുഞ്ഞുങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം തരുമെന്ന് സന്തോഷത്തോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കളെ അമ്പരിപ്പിച്ചുകൊണ്ട് കൗമാരത്തിന്റെ ദിശയ്ക്കകത്ത് കണ്ണിൽ കാണുന്ന വ്യക്തിയുമായി ഓടിപ്പോകുന്ന ഒരു പ്രവണത ഇവിടെ വരുന്നു. തൽക്കാലമായി ഓടിപ്പോവുകയും അത്
പിന്നെ വിവാഹമോചനത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. ഇതൊരു മൂല്യച്യുതിയായി വരുന്നു. എല്ലാ സ്ഥലത്തും ഇത് നടക്കുന്നു. വിവാഹമോചനം നടക്കുന്ന ചെറുപ്പക്കാരനോ പെൺകുട്ടിയോ പിന്നെ ആത്മഹത്യക്ക് വിധേയമാകുന്നു. ഇതിനെയൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ഇസങ്ങൾക്കോ മതങ്ങൾക്കോ ഒന്നും കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന ഒരു കാലമായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താ ഇതിനു വേണ്ടി ഒരു പരിഹാരം നമുക്ക് ആവശ്യമുള്ളേ? ഇതാണ് വിവാഹമോചനം ഏറ്റവും നിർണായകമായി വരുന്നു. നാലാമത്തെ കാര്യം, ഇന്ന് കൊച്ചു കേരളത്തെ മയക്കുന്ന ഒരു വിപത്തായി മയക്കുമരുന്ന് ഏറ്റവും വ്യക്തമായി ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് കഞ്ചാവെന്നോ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കേട്ടിരിക്കുന്നത് കഞ്ചാവിന്റെ ലഹരിയായി ഏതെങ്കിലും ഹാഷിഷ് ഓയിൽ എന്നൊക്കെയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് കേരളത്തെ കാർന്നു തരുന്ന വിപത്തായി MDMA എന്ന് പറയുന്ന ഒരു സാധനം ഇറങ്ങിക്കഴിഞ്ഞു. കഞ്ചാവിന്റെ ഗതിയും മാറിക്കഴിഞ്ഞു. പണ്ടിടയ്ക്ക് ഒരു ചുരുട്ട് വലിച്ചാൽ ചില നിമിഷങ്ങൾ ആ കഞ്ചാവ് തലയിൽ അതിന്റെ മസ്തിഷ്കത്തിലേക്ക് പിടിക്കുന്നത്. പക്ഷേ ഇന്ന് ഹൈബ്രിഡ് കഞ്ചാവ്, അതിവേഗത്തിൽ വ്യാപരിക്കുന്ന കഞ്ചാവ് ഇവിടെ വിപണിയിലായിരിക്കുന്നു. ഇന്ന് കലാലയങ്ങളെയും ക്യാമ്പസുകളെയും കാർന്നു തരുന്ന വിപത്തായി മയക്കുമരുന്നിന്റെ വ്യാപാരം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. MDMA. ഞങ്ങളെ സഹോദരങ്ങളെ, മന്നൂർ കോണത്ത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾക്കൊരു ഭാഗം പറയാനുണ്ട്. ഇവിടുത്തെ സഹൃദയരായ കച്ചവടക്കാരെ, സ്നേഹിതരെ, നിങ്ങൾ ദയവ് ചെയ്ത് ഈ മയക്കുമരുന്നിന്റെ ടാബ്ലറ്റുകൾ പോലും കൊടുക്കരുത്. അനവധി മെഡിക്കൽ സ്റ്റോറുകളിൽ പോലും ഇന്ന് വളർന്നു വരുന്ന തലമുറയെ തകർക്കുവാനായി ഈ മയക്കുമരുന്നിന്റെ വിപത്തുകൾ വരുന്നു. ഇന്ത്യ ഭരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഒരു നവ ഇന്ത്യക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അഥവാ ഭാവി ഇന്ത്യ, ന്യൂ ഇന്ത്യ എന്ന് അദ്ദേഹം വിഭാവനം ചെയ്യുന്നു. അപ്പോൾ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഭരിക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ പറയുന്നത് നവോത്ഥാന നായകന്മാരാൽ ഭരിക്കപ്പെട്ട കേരളത്തിനകത്ത് ലഹരി ഒഴിവാക്കാൻ യോദ്ധാവ് എന്ന പരിപാടിയുമായി എക്സൈസ് വകുപ്പ് നീങ്ങുന്നു. അവരും പറയുന്നു അഭിനവ കേരളം, നവോത്ഥാന കേരളത്തിന് വേണ്ടി അവർ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് 8ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കാലമായി കഴിഞ്ഞു. കലാലയങ്ങളിലും ക്യാമ്പസുകളിലും ഇന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുന്നു. ഭവനത്തിലുള്ള സ്ത്രീകൾ വരെ ഇന്ന് മയക്കുമരുന്ന് വളരെ ശക്തമായി ഉപയോഗിക്കുന്ന കാലമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ എക്സൈസിന്റെ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് കേരളത്തിലെ പല പത്രപ്രവർത്തകരും ഞെട്ടിപ്പോയി. കളമശ്ശേരിയിൽ തിരുവനന്തപുരത്ത് ഒരു മയക്കുമരുന്ന് വിൽക്കുന്ന ചെറുപ്പക്കാരനെ പിടിച്ചപ്പോൾ അവന്റെ മൊബൈലിലേക്ക് രാത്രിക്കകത്ത് 240 കോളുകൾ ആ മയക്കുമരുന്ന് അന്വേഷിച്ച് വന്നത്. ഒരുപക്ഷെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഒരു നേരം കഴിയാം, നല്ല വസ്ത്രം കിട്ടിയില്ലെങ്കിൽ ഒരു നേരം കഴിയാം. മാനത്തോടിരിക്കുന്ന മലയാളി ഇന്ന് മയക്കുമരുന്നിന്റെ വിപത്തിലേക്ക് MDMA, ഹാഷിഷ് ഓയിൽ, അത് കഴിഞ്ഞ് കഞ്ചാവും ലഹരിയുമെല്ലാം പടപട കൈകൾക്കകത്ത് കുത്തിവെക്കുന്ന ഇഞ്ചക്ഷൻ പോലെ കൈകളെ മരവിപ്പിക്കുന്ന മയക്കുമരുന്നിന്റെ ലഹരി ഇവിടെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി ഭാവി ഇന്ത്യക്ക് വേണ്ടി, ഭാവി കേരളത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി വളർന്നു വരുന്ന ചെറുപ്പക്കാരെയും തകർക്കുവാൻ വേണ്ടി ഇന്ന് പല രാജ്യങ്ങളിൽ നിന്നും മയക്കുമരുന്ന് വരുന്നു. എന്താ മയക്കുമരുന്നിന്റെ പ്രത്യേകത? ഈ MDMA ഒക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മസ്തിഷ്കത്തെ ത്രണിപ്പിക്കുന്നത്. MDMA ഒരു മനുഷ്യന്റെ തലച്ചോറിനെ സംബന്ധിച്ച് 3 ഘടകങ്ങളാണ് സയൻസ് പഠിപ്പിക്കുന്നത്. സെറിബ്രമുണ്ട്, സെറിബെല്ലമുണ്ട്, മെഡില്ല ഒബ്ലാങ്കേറ്റും ഉണ്ട്. അതിനകത്ത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും സംസാരശക്തിയും സൃഷ്ടാവായ ദൈവം കനിഞ്ഞു തന്നിരിക്കുന്നത്. ഇതിനെ മരവിപ്പിക്കുന്ന മദ്യമല്ല, മയക്കുമരുന്ന് മിനിറ്റ് കൊണ്ട് അതിന്റെ സത്ത അതിനകത്തേക്ക് പാകുമ്പോൾ കാണുന്ന ചെറുപ്പക്കാരൻ അമ്മ ആരാ, പെങ്ങൾ ആരാ, ബന്ധു ആരാ, ആരെന്നറിയാത്ത ഒരു ഭാവം അവനിൽ വരുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെയും മസ്തിഷ്കത്തെയും മരവിപ്പിക്കുന്ന ലഹരിയായ MDMA ഗ്രാമിന് കിലോ കണക്കിന് രൂപയ്ക്ക് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അതുകൊണ്ട് നമ്മുടെ കലാലയങ്ങൾ ഇത് വിമുക്തമാക്കാൻ, നമ്മുടെ കുടുംബങ്ങൾ ഇത് വിമുക്തമാക്കുവാൻ ആദ്യം ഒരു പക്ഷേ ഫ്രീ ആയിട്ട് തരും മയക്കുമരുന്ന്. അത് കഴിഞ്ഞ് ചില ഡോസുകൾ വില കുറച്ച് തരും. ഇവൻ ഇതിന് അഡിക്റ്റ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മനുഷ്യന്റെ കരങ്ങളിലേക്ക് എത്തുന്ന കാലം. MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, ആ ക്യാമ്പസിനകത്ത് വളരെ വിദൂരമായ കുറെ മരങ്ങൾ നിൽപ്പുണ്ട്. ഒരു ദിവസം അവിടെ ഒരു കാഴ്ച കണ്ടു. ഒരു ചെറുപ്പക്കാരന്റെ ശവശരീരം അവിടെ കിടക്കുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കുവാൻ വേണ്ടി പോലീസുകാർ വന്നു. പോലീസുകാർ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കേരള പോലീസിന്റെ കണ്ണുനീർ വീണു. എന്താ? ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിന് മയക്കുമരുന്ന് കുത്താൻ ഒരു സ്ഥലവുമില്ല. നീഡിൽ കുത്തിയ പാടുകൾ മാത്രമാ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിൽ കണ്ടത്. ഞങ്ങളുടെ സ്ഥലമായ കൊട്ടാരക്കരയിൽ വന്ദനാദാസ്, നല്ല സുന്ദരിയായ ഒരു ഡോക്ടർ, നേരിട്ട് ഞങ്ങൾക്കറിയാവുന്ന ഒരു പെൺകുട്ടി, ഒരു അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹം തന്റെ കുഞ്ഞിനെ വളർത്തി ആതുര ശിശുആരോഗ്യ രംഗത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ വേണ്ടി വളർത്തപ്പെട്ട വന്ദനാദാസിനെ ഒരു സ്കൂൾ അധ്യാപകൻ, അതേ ജില്ലയിൽ തന്നെയുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു സ്കൂൾ അധ്യാപകൻ രാത്രിയിൽ മയക്കുമരുന്നിന്റെ ലഹരിക്കകത്ത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് വിദ്യാഭ്യാസമുള്ള ഒരു സ്കൂളിലെ അധ്യാപകൻ കയ്യിൽ കിട്ടിയ സർജറിക്ക് ചെയ്യുന്ന കത്തിയെടുത്ത് ഡോക്ടർ വന്ദനാദാസിനെ കുത്തിമലർത്തിയ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ആർഷഭാരതത്തിന്റെ സംസ്കാരം എവിടെ പോയി? കേരളത്തിന്റെ നവോത്ഥാന നായകന്മാർ പടുത്തുയർത്തിയ വിപ്ലവത്തിന്റെ മുദ്രാവാക്യങ്ങളും സമാധാനത്തിലെ
സ്വസ്ഥതയിലേക്ക് മടങ്ങുവാൻ ഋഷിവര്യന്മാരും മത നേതാക്കളും ഘോരഘോര പ്രസംഗിച്ച കേരളത്തിനകത്ത് ഇന്ന് നടക്കുന്ന വിപത്തുകൾ തീർന്നില്ല. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഡോക്ടറെ ഇവിടുത്തെ എക്സൈസ് പിടിച്ചു. അദ്ദേഹത്തിന്റെ നല്ല ബിസിനസ് ആയിരുന്നു. എന്തായിരുന്നു? മയക്കുമരുന്ന് കച്ചവടം. ഡോക്ടർമാർ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാ. സഹോദരങ്ങളെ, നെടുമങ്ങാട് എന്ന മന്നൂർ കോണത്ത് ഞങ്ങൾ കേൾക്കുന്നവര് ഒരുപക്ഷെ കുറുന്തോട്ടിക്ക് വാദം എന്ന പോലെ നമ്മളെ നോക്കുന്ന ഡോക്ടർമാർ, നമ്മൾക്ക് നല്ല മരുന്ന് കുറിച്ചു തരേണ്ട ഡോക്ടർമാർ ഇന്നൊരു പക്ഷേ മയക്കുമരുന്നിന്റെ ഡ്രഗ്സിന്റെ അഡിക്റ്റായിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിനകത്ത് സ്റ്റെതസ്കോപ്പ് വെക്കുന്നത്. ഡോക്ടർമാർ പോലും ഇന്ന് മയക്കുമരുന്നിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. കവലച്ചന്തകളിലും ഒരുപക്ഷത്തെ പെട്ടിക്കടകളിലും ആയിരുന്ന സ്ഥാനത്ത് നിന്ന് മെഡിക്കൽ സ്റ്റോറുകളിലും കെറ്റാമിനും MDMA ഒക്കെ പകർന്നു കൊടുക്കുന്ന കാലം. ഇതിന്റെ സന്ദേശവാഹകരായി, ഇത് പകർത്തി കൊടുക്കുന്നവരായി, ഇത് കൈമാറ്റം ചെയ്യുന്നവരായി ഇന്ന് അനവധി വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ, ഡോക്ടർമാർ, അത് കഴിഞ്ഞതിന് ശേഷം ജോലിയുള്ളവരെല്ലാം പാർട്ട് ടൈം ബിസിനസ്സായി മയക്കുമരുന്ന് എത്തിക്കുന്ന കണിയിലേക്ക് വീണിരിക്കുന്നു. ഒരുപക്ഷെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ പോലും ഇത്രയധികം മയക്കുമരുന്നിന്റെ വ്യാപാരമില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മീഡിയകളെല്ലാം ഞെട്ടിയ ഒരു വാർത്തയുണ്ട്. ചാനലുകൾ പടപടാ ചർച്ച ചെയ്തു. പത്തനംതിട്ടയിലെ സൂര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മസ്കറ്റിലേക്ക് കടന്നുപോയി. 4 ദിവസം കഴിഞ്ഞ് അവൾ മടങ്ങി വന്നു. ഒരു ചെറുപ്പക്കാര് പോലും ചെയ്യാതെ അവളുടെ ബാഗിനകത്ത് 1 കിലോ MDMA, ലക്ഷക്കണക്കിന് വിലയുള്ള MDMA ആയിട്ട് ഒരു മലയാളി പെൺകുട്ടി മടങ്ങി വന്നത് കണ്ടത് ഇന്ത്യൻ എക്സ്പ്രസും ഇന്ത്യ ടുഡേയും എല്ലാം ചടുലമായി ന്യൂഡൽഹിയിൽ നിന്ന് വാർത്ത കൊടുത്തു. ഒരു പെൺകുട്ടി തന്റെ ഇടത്തോടെ മസ്കറ്റ് എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 1 കിലോ MDMA കടന്നു വന്ന കേരളമാ ഇന്ന് നാം ആയിരിക്കുന്ന കേരളം. ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? അതിനുശേഷം തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലത്ത് ഒരു ചെറുപ്പക്കാരൻ, 6 നല്ല വീടുകൾ, അത് കഴിഞ്ഞതിന് ശേഷം നല്ല കാറുകൾ, ഒരു വർഷത്തിൽ 5-6 പ്രാവശ്യം വിദേശ രാജ്യത്ത് പോയിട്ട് വരും. കഴിഞ്ഞ ദിവസങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് അവനെ പിടിച്ചപ്പോൾ കേരള പോലീസും ഞെട്ടിപ്പോയി. ഇലക്ട്രിക് ഫാനിന്റെ അടിവശത്ത് കോടിക്കണക്കിന് വിലയുള്ള മയക്കുമരുന്ന് വിദേശ രാജ്യത്ത് നിന്ന് കടത്തുന്ന മലയാളി. എന്താ ഇവിടെ സംഭവിക്കുന്നത്? വളർന്നു വരുന്ന ഒരു തലമുറയെ തകർക്കുവാൻ വേണ്ടി മയക്കുമരുന്ന് MDMA കാശ് ഷോയിലും കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ, കുടുംബങ്ങളിൽ കൊലപാതകം നടക്കുന്നു. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തി ഭർത്താവാരോ ഭാര്യയാരോ മുമ്പിലിരിക്കുന്ന വ്യക്തി എന്നറിയാതെ തക്ക സമയത്ത് ഈ മയക്കുമരുന്ന് കിട്ടാതെ ഇരിക്കുമ്പോൾ കയ്യിൽ കിട്ടിയ മാരകായുധമെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ കൊല്ലുന്ന ഒരു കാഴ്ച ഇവിടെ വരുന്നു. ഇസങ്ങളും മതങ്ങളും രാഷ്ട്രീയത്തിന്റെ നേതാക്കളും ഘോരഘോര പ്രസംഗങ്ങളും ഒക്കെ ഇവിടെ നടക്കുമ്പോൾ ഇതിനകത്ത് നിന്നൊരു മാറ്റം വരുവാൻ വേണ്ടിയാണ് 79ാമത് സ്വാതന്ത്ര്യലബ്ധിയിലേക്ക് കടക്കുന്ന സുന്ദരമായ ഇന്ത്യയുടെ ഓരോ കവലകളിൽ നിന്ന് ഞങ്ങൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ, സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ഒരിക്കൽ കൂടി ഞങ്ങൾ സന്ദേശം പ്രവർത്തിക്കുന്നത്. 5ാമത്തെ കാര്യം, ഇവിടുത്തെ സഹോദരങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പാൻപരാഗും പാൻ മസാലയും. പലരും വിചാരിക്കും പാൻപരാഗും പാൻ മസാലയും നല്ലതാ. അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾ, അതുപോലെ ഞങ്ങളുടെ സഹോദരന്മാർ ഡ്രൈവേഴ്സ്, അവരൊക്കെ തൽക്കാല ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ഈ പാൻപരാഗ് ഷംപൂ ഒക്കെ നാവിന്റെ അടിയിൽ വെക്കുന്നത്. ഈ പാൻപരാഗ് ഷംപൂ ഇതെല്ലാം വരുന്നതിനകത്ത് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ്. എന്താ? ദിസ് ഈസ് പ്രോഹിബിറ്റഡ്, ഇൻജൂറിയസ് ടു ഹെൽത്ത്. എന്തിനു വേണ്ടി? ഇത് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞങ്ങൾ ഈ ശനിയാഴ്ച വൈകിട്ട് ഈ കവലയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ഇത് നിരോധിച്ചു കഴിഞ്ഞു. അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി ഞങ്ങളുടെ സഹോദരന്മാരെ, തൊഴിലാളികളെ, ഡ്രൈവേഴ്സ്, കടകളിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ തമ്പാക്കോ ഏതെങ്കിലും പാൻപരാഗോ നിങ്ങളുടെ മോണയ്ക്കകത്ത് വെക്കുമ്പോൾ അതിനകത്തൊരു സിന്തറ്റിക് ആസിഡ് ഉണ്ട്. അതിന്റെ ലഹരി കൊണ്ട് അല്പസമയം നിങ്ങളുടെ മോണയും പല്ലുമെല്ലാം മരവിപ്പിക്കുന്നത്. ആ ലഹരി പതിയെ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ നാവിന് ക്യാൻസർ വരാൻ സാധ്യത, തൊണ്ടയ്ക്ക് ക്യാൻസർ വരാൻ സാധ്യത. അങ്ങനെ ഒരു കാലഘട്ടമായി പാൻപരാഗ ശംഭു അതിന്റെ കവറുകളെല്ലാം തേളിന്റെ പടമാ കാണിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥകളെ തേൾ കുത്തുന്ന പോലെ കുത്തിയെടുക്കുന്നത് പാൻപരാഗ ശംഭു മസാല. കഴിഞ്ഞ ദിവസങ്ങളിൽ RCCയിൽ ഞങ്ങൾ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. കോഴിക്കോട് നിന്ന് വന്ന ഒരു പിതാവിന്റെ മുഖം മുഴുവൻ ഇങ്ങനെ കെട്ടിയിരിക്കുന്നു. ഒരു മകൾ അവിടെ നിന്ന് കരയുന്നു. ആ കുഞ്ഞിനോട് ഞങ്ങൾ ചോദിച്ചു, കെട്ടഴിക്കാമോ? ആ കുഞ്ഞ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഭയപ്പെട്ടു പോകും കെട്ടഴിച്ചാൽ. ഞങ്ങളുടെ പിതാവ് നല്ലതുപോലെ പാൻപരാഗം പാൻ മസാല ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ ഇവിടെ ഒരു കുഴിയായി. ഡോക്ടർമാർ പറഞ്ഞ ആരെയും കാണിക്കരുത്. അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന പാൻപരാഗം ശംഭു പാൻ മസാലയും ഇതെല്ലാം നിങ്ങൾ പടപടാ നുണഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളുടെ ചുണ്ടുകൾക്ക് മാത്രമല്ല നാവിന് വരെ ക്യാൻസർ, തൊണ്ടയ്ക്ക് ക്യാൻസർ വരുന്ന, പല്ലിന്റെ ഊണികൾക്ക് വരുന്ന ക്യാൻസറിനെയാണ് നിങ്ങൾ വരവേൽക്കുന്നത്. 5ാമത്തെ സംഭവമായി 6ാമത്തെ സംഭവമായി ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനുള്ളത് ഏറ്റവും നിർണായകമായി മറ്റൊന്നുകൂടെയുണ്ട്. അതിനുശേഷം പുകവലി. അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി മനുഷ്യൻ പടപടാ പുകവലിക്കു. എന്താ പുകവലിയുടെ പ്രത്യേകത? ഏത് സിഗരറ്റ് പാക്കറ്റ്, വിൽസാകട്ടെ, പനാമയാകട്ടെ, ചാർമിനാഗറാകട്ടെ, ബീഡിയാകട്ടെ, അതിനകത്ത്
ഞാൻ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, സ്മോക്കിംഗ് ടു ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആദ്യം അരപ്പുക വലിക്കും, പിന്നെ 2 പുക വലിക്കും, പിന്നെ 1 പാക്കറ്റ് വലിക്കും. സുഹൃത്തെ സഹോദര, അത്യാവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഈ പുക വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പുറത്തു പോകുന്ന പുകയ്ക്കപ്പുറം അകത്ത പുക മനുഷ്യന്റെ ശരീരത്തിനകത്തിറങ്ങും. ആ പുകയുടെ ഏറ്റവും നിർണായകമായ അവസ്ഥയുണ്ട്, അതിന്റെ പേര് നിക്കോട്ടിൻ. അല്പസമയം പുക വലിച്ച് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആശ്വാസം തരുമ്പോൾ അതിന്റെ പുകയുടെ ഒരു ഭാഗം നിങ്ങളുടെ ശരീരത്തിനകത്തിറങ്ങുമ്പോൾ ശരീരത്തിനകത്ത് ലങ്സ് എന്ന് പറയുന്ന ശ്വാസകോശം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഈ പുക കിട്ടിക്കൊടുക്കുമ്പോൾ വരാൻ പോകുന്ന ലങ്സ് ക്യാൻസർ. ഒരു ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് 35 ലക്ഷം രൂപ വരെ വലിപ്പമുള്ളതാ. ആദ്യം പെരിയ നെടുമങ്ങാട് ചുമവര് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അവർ പറയും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. മെഡിക്കൽ കോളേജ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചുമയ്ക്കുന്നതിനോടൊപ്പം രക്തം വരുന്നതായിരിക്കും. പിന്നെ RCCയിലേക്ക് പോയാൽ മതി. അല്പനേരം വലിക്കുന്ന നിക്കോട്ടിൻ കലർന്ന പുക നിങ്ങളുടെ ശരീരത്തിനകത്ത് വ്യാപരിക്കുമ്പോൾ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നിങ്ങളെ കാർന്നു തിന്നുന്നത് മാരക വിപത്തായ ലങ്സ് ക്യാൻസർ. അതുകൊണ്ട് ഇന്നത്തെ സുന്ദരമായ ഇന്ത്യ മോഡി സാർ വിഭാവനം ചെയ്യുന്ന നവോത്ഥാന കേരളത്തിന്റെ നേതാക്കൾ ഇവിടെ പടുത്തുയർത്തിയ സുന്ദരമായ കേരളത്തിനകത്ത് പഴയ പിതാക്കന്മാർ നമ്മൾക്ക് വഴി കാട്ടിത്തന്ന വഴിത്താരകളെല്ലാം മാറിക്കഴിഞ്ഞു. ആത്മഹത്യ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു. കൊലപാതകം ദിവസം ദിവസം പത്രം നോക്കിയാൽ 83,000 പേർ കോവിഡിൽ മരിച്ച കേരളത്തിനകത്ത് വെട്ടിക്കൊല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടനുബന്ധിച്ച് എന്നും വിവാഹമോചനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തെ കാർന്നു തിന്നുന്ന വിപത്തായ മയക്കുമരുന്ന് സകല സ്ഥലത്തും കേരളത്തെ ത്രസിപ്പിച്ചു കഴിഞ്ഞു. ഒരിടത്ത് പാൻപരാഗം പാൻ മസാലയും മനുഷ്യനെ രോഗത്തിലേക്ക് തള്ളിവിടുന്നു. അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി വലിച്ചുവിടുന്ന പുകയ്ക്കകത്ത് നിക്കോട്ടിൻ വ്യാപരിക്കുമ്പോൾ പിന്നെ ലങ്സ് ക്യാൻസർ ഒരു കുടുംബത്തെ വരവേൽക്കാൻ നിൽക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു ബോധവൽക്കരണം വേണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ പടപട കവലയിൽ നിന്ന് ഇന്നും ഇതിനെതിരെ ഒരു ബോധവൽക്കരണം നടക്കുന്നത്. അടുത്തതായി 7ാമത്തെ കേരളത്തിലെ ഏറ്റവും വലിയ വിപത്ത മദ്യപാനം. മദ്യപാനത്തിന്റെ പ്രത്യേകതയുണ്ട്. മദ്യം വിഷമാണ്, മദ്യം കുടിക്കരുതെന്ന് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. സാധാരണ ആവശ്യത്തിന് വേണ്ടി ഇന്ന് കേരളത്തിൽ മദ്യപാനം പെരുകിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് പഞ്ചാബിലെ സർദാക്കന്മാരായിരുന്നു കള്ളുകുടിയിൽ കൂടിയ ആൾക്കാർ. എന്നാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുടിയന്മാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഓണത്തിന് കൂടി, യേശു ജനിച്ചാൽ കൂടി, യേശു മരിച്ചാൽ കൂടി, ക്രിസ്മസിന് കൂടി, അപ്പൻ മരിച്ചാൽ കൂടി, നൂലുകെട്ടിന് കൂടി, വണ്ടി കെട്ടിയാൽ കൂടി, വിവാഹ നിശ്ചയത്തിന് കൂടി, മരണ വീട്ടിലും മദ്യത്തെ വരവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടി ലോകമായി കേരളം മാറിക്കഴിഞ്ഞു. ഇന്ന് 2 ചെറുപ്പക്കാർ എവിടെങ്കിലും കൂടിയാൽ ബിവറേജസിലും എവിടെങ്കിലും പോയി ഒരു കുപ്പി മേടിക്കും, വഴിയരികെ ഒരു മിനറൽ വാട്ടർ മേടിച്ച് 2 ഗ്ലാസ് മേടിച്ച് ടച്ച് അടിച്ച് അപ്പടെ കുടിച്ചുകൊണ്ട് മാരകമായിട്ട് വരവേൽക്കുന്ന കേരളം. എന്താ ഈ കേരളത്തിന്റെ അവസ്ഥ? മദ്യപാനം സകലവില ദോഷത്തിന് കാരണം. ഒരു വീട്ടിൽ ഒരു മദ്യപാനി മദ്യപിച്ചിട്ട് വരും, അവന് ഭാര്യയും 2 മക്കളും കാണും. വിളമ്പിയിരിക്കുന്ന രാത്രികാലത്തെ അത്താഴത്തെ അവൻ വലിച്ചെറിയും. 2 കൊച്ചുങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ തങ്ങളുടെ അച്ഛൻ മദ്യപിച്ചിട്ട് വരുന്നത് കണ്ട് വളരെ വേദനയോടെ മരത്തിന്റെ ചവിട്ടിലെങ്ങാനും പോയി നോട്ടെഴുതുന്ന കാലം. 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച അപ്പനും അമ്മയും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മകന്റെ ഇടി കിട്ടാതെ നിലവിളിക്കുന്ന കേരളം. അത്ര ഒരു വിപത്തായി കേരളത്തിലെ മദ്യപാനം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് തമിഴ്നാടാകട്ടെ, അതുപോലെ കർണാടകയാവട്ടെ, അവിടെ മദ്യം ഇതുപോലെ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിലും ഇത്രത്തോളം കുടിക്കുന്ന ഒരു പ്രവണത ഈ കേരളത്തിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കവലയിൽ പച്ചയ്ക്ക് പറയാം, സ്ത്രീകൾ പോലും ഇന്ന് മദ്യപാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് ശംഖുമുഖം എന്ന സ്ഥലത്ത് ഒരിക്കൽ ഞങ്ങൾ ഒരു പുതുവർഷത്തിന്റെ തലേന്ന് ഒരു യോഗത്തിന് വേണ്ടി പോയപ്പോൾ അനവധി പെൺകുട്ടികൾ ഇന്നത്തെ ഇവിടെ നമുക്ക് കിട്ടുന്ന 7up കോള പോലെ ഒരു സാധനം കുടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഒരു എഞ്ചിനീയറോട് ഞങ്ങൾ ചോദിച്ചു, സാറേ ഈ പെൺകുട്ടികളെല്ലാം കൊക്കക്കോളയാണ് കുടിക്കുന്നത്. അപ്പൊ അവർ എഞ്ചിനീയർ പറഞ്ഞു, സാറേ കൊക്കക്കോളയല്ല, അതിനകത്ത് നല്ല ഡ്രിങ്ക്സ് ഒടിച്ചിട്ട് പൊന്നുപോലെ കുടിക്കുന്ന കേരളം. തിരുവനന്തപുരം ജില്ലയുടെ മെയിൻ സിറ്റി ആ ടെക്നോ പാർക്ക് കഴക്കൂട്ടത്തിനോടനുബന്ധിച്ച് രാത്രികാലം മുഴുവൻ 12 മുതൽ 1 വരെയും 2 വരെ ടെക്കികൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിറങ്ങുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും കേരളക്കാർ മുഴുവൻ കേൾക്കട്ടെ. രാത്രിയിൽ തോളിൽ കൈയിട്ട് പച്ചക്ക് ബിയറും കുടിച്ചു കൊണ്ടുപോകുന്ന കേരളമായി തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം. എറണാകുളം മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. അവിടെ രാത്രി 2 മണി വരെ ഇവിടുത്തെ നിയമപാലകർക്കോ പോലീസുകാർക്കോ ഒന്നും ചെയ്യാൻ വയ്യാത്ത വിഷയമായി കഴിഞ്ഞു. അവിടെയും ശക്തമായ മദ്യപാനം പെരുകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഡ്രഗ്സ്. കഴിഞ്ഞ ദിവസങ്ങൾ കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു കാഴ്ചയുണ്ട്. ഒരു പെൺകുട്ടി നല്ലതുപോലെ ഡ്രഗ്സും മദ്യവും കഴിച്ചിട്ട് എറണാകുളത്ത് സെൻട്രൽ പോലീസിന്റെ വാഹനം അടിച്ചു തകർത്ത കാഴ്ച കൊച്ചു കേരളം കണ്ട് ഞെട്ടിപ്പോയിരിക്കുന്നു. ഇത്രയും അതപ്പതിച്ച ഒരു സംസ്കാരത്തിലേക്ക് 79ാമത് സ്വാതന്ത്ര്യത്തിന്റെ ലബ്ധം എന്തിടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ കാർന്നു തിന്നുന്ന വിപത്തായി മദ്യപാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. മദ്യപാനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പല സഹോദരങ്ങൾ വിചാരിക്കും ഇച്ചിരി കുടിച്ചാൽ ആശ്വാസം കിട്ടും, ആദ്യം 30 അടിക്കാം, പിന്നെ 60 അടിക്കാം, പിന്നെ 90 അടിക്കാം. ഇത് മദ്യപാനത്തിനകത്ത് പലരും വിചാരിക്കുന്നത് നല്ല മദ്യമാണെന്ന്. ഇന്ന് കേരളത്തിൽ ഇറക്കുമതി ചെയ്യുന്ന മദ്യങ്ങൾ ഇത് കൊണ്ടുവരുന്നത് ഒരുപക്ഷെ പാലക്കാട് വാളയാറിൽ നിന്നും ഒരുപക്ഷെ കർണാടകത്തിൽ നിന്നുമാ. ഈ മദ്യത്തിനകത്ത് ഈതയിൽ ആൽക്കഹോളും മെയ്തയിൽ ആൽക്കഹോളും ഉണ്ട്. ഈതയിൽ ആൽക്കഹോളിന്റെയും മെയ്തയിൽ ആൽക്കഹോളിന്റെയും പ്രത്യേകത
പ്രത്യേകത. ഇതിന്റെ കണ്ടന്റ് കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങളുടെ കരളിനെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഏറ്റവും നിർണായകമായ കരൾ ക്യാൻസർ. ആവശ്യത്തിന് വേണ്ടി പടപെടാൻ നിങ്ങൾ ഒരു പെഗ്ഗും 2 പെഗ്ഗും അടിക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് കരൾ ക്യാൻസർ. അത് മാത്രമല്ല, ഈ വാറ്റുകൊണ്ടുണ്ടാക്കുന്ന മദ്യങ്ങൾ പലപ്പോഴും ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഓണം വരുക, അതിനുശേഷം പല പല ഉത്സവങ്ങൾ വരുമ്പോൾ ചില വാറ്റുകൊണ്ടുണ്ടാക്കുന്ന മദ്യമൊക്കെ പലരും മേടിച്ച് കഴിക്കും. കല്ലുവാതുക്കൽ മദ്യ ദുരന്തം നടന്നതിന്റെ പ്രത്യേകത ഈതയിൽ ആൽക്കഹോൾ കൂടിപ്പോയി. വൈപ്പിൻ മദ്യ ദുരന്തത്തിന്റെ പ്രത്യേകത മീതയിൽ ആൽക്കഹോൾ കൂടിപ്പോയി. തിരുവനന്തപുരം ജില്ലയിലെ കടലോര ഗ്രാമമായ പൊഴിയൂരിൽ ഒരിക്കൽ വാറ്റുമദ്യം കുടിച്ച് പൊഴിയൂർ പട്ടണം മുഴുവൻ അനവധി പേർ മരണപ്പെട്ടു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി ഈ മദ്യമൊക്കെ പടപട വലിച്ചിറക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഈതയിൽ ആൽക്കഹോളും മീതയിൽ ആൽക്കഹോളും പടപട പായുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ കാർന്നിരിക്കുന്നത് മാരകമായ ക്യാൻസർ രോഗങ്ങളാണ്. അതുകൊണ്ട് 79ാമത് ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിന്റെ മുന്നോടിയായി ആഗസ്റ്റ് മാസം 2-ാം തീയതി ഞങ്ങൾ പറയുന്നു, മദ്യപാനം കുടുംബത്തിന് ഏറ്റവും വലിയ വിഷയമാണ്. വളർന്നു വരുന്ന തലമുറയെ തകർക്കുന്നു, അപ്പന്റെയും അമ്മയെയും സ്വസ്ഥത തകർക്കുന്നു, ഭാവി കുഞ്ഞുങ്ങളെ പോലെ തകർക്കുന്ന ഒരു വിപത്തായി മദ്യപാനം. ഇന്ന് പല സ്ഥലങ്ങളിൽ ബിയറിന്റെ പേരിലും കള്ളിന്റെ പേരിലും കുപ്പിയുടെ പേരിലും ഒക്കെ പടപട വരുന്നുണ്ട്. മദ്യപാനത്തിന്റെ പ്രത്യേകത, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നാട്ടുകാരെ, ഒരു സമയം ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഈ മദ്യം നിരോധിക്കുമെന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖനായ നമ്മുടെ ബാപ്പുജി പറഞ്ഞത്. കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ശ്രീനാരായണ ഗുരുദേവൻ കൊച്ചു കേരളത്തോട് നോക്കി പറഞ്ഞു, മദ്യം വിൽക്കരുത്, മദ്യം ഉണ്ടാക്കരുത്, മദ്യം കുടിക്കരുത്. പറഞ്ഞത് ഞങ്ങളല്ല, ശ്രീനാരായണ ഗുരുദേവൻ. സോക്രട്ടീസ് എന്ന് പറയുന്ന എഴുത്തുകാര് ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ അദ്ദേഹം എഴുതി വെച്ചൊരു കാര്യമുണ്ട്, മദ്യം മനുഷ്യനെ മയക്കുന്ന വിപത്താണ്. അത് കഴിഞ്ഞ് അരിസ്റ്റോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, മദ്യം എന്നുള്ളത് ഏറ്റവും നിർണായക മനുഷ്യജനത്തിന് തീർത്ത് കളയുന്ന കറുപ്പാണെന്ന്. അത് കഴിഞ്ഞ് വിശുദ്ധ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഇസ്ലാമിന്റെ ഖുർആനകത്ത് മദ്യത്തെ പറ്റി എഴുതിയിരിക്കുന്നു, മദ്യം കുടിക്കുന്നവൻ ഏറ്റവും നല്ല യാതനാ സ്ഥലത്ത് പോകുമെന്ന്. ഇന്ന് നമ്മൾ ഈ കവലയിൽ നിൽക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും താൽക്കാലികമായ ഒരു ജീവിതം കൊണ്ടാണ് മനുഷ്യൻ അവസാനിക്കുന്നത്. ഒരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ ഒരു മനുഷ്യന് 3 ഘടകമുണ്ട്. 1 ദേഹിയുണ്ട്, 2 ദേഹിയുണ്ട്, 1 ദേഹമുണ്ട്, 2 ദേഹിയുണ്ട്, 3 ആത്മാവുണ്ട്. ദേഹത്തിനും ദേഹിക്കും മരണം, ആത്മാവിന് മരണമില്ല. ഈ ആത്മാവിന് മരണമില്ലെങ്കിൽ മദ്യപിച്ച് മതോന്മത്തരായി കത്തിക്കുത്തും കൊലപാതകവും നടത്തി ദൈവവഴി അറിയാതെ നടക്കുന്നവന്റെ ആത്മാവ് എവിടെ? നമ്മുടെ കാലപകുതിക്കുള്ളിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് വേർപെട്ടു പോയ ശക്തനായ നേതാവ്, പുന്നപ്ര വയലാർ സമരത്തിന്റെ ധീര പടയാളിയായ സഖാവ് VS അച്യുതാനന്ദൻ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ മത്തായി സുവിശേഷം എഴുതിയിട്ട് സഖാവ് VS ഇങ്ങനെ എഴുന്നേറ്റ് പറഞ്ഞു, സാർ ഒരുവൻ സർവ്വ ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്ത് വിലയെങ്കിൽ ഇന്ന് പകൽ മന്നൂർ കോണത്ത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള, സുഹൃത്തെ, കൊട്ടാരമായാലും മരണം വരും, കോട്ടയ്ക്കകത്തും മരണം വരും, കുടിലായാലും മരണം വരും, ദേഹത്തിനും ദേഹിക്കും മരണം, ആത്മാവിനും മരണമില്ല. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ ഹൈന്ദവ സഹോദരങ്ങൾ കർക്കടവാവ് അഥവാ പർക്കല പാപനാശത്തും ആലുവായിലുമെല്ലാം പോയി പിതൃക്കൾക്ക് ആത്മബലി അഥവാ അവരുടെ ആത്മാവിന് നിത്യശാന്തി ചേർന്നുകൊണ്ട് ബലിയർപ്പിക്കുന്നു. മനുഷ്യന്റെ ആത്മാവിന് സ്വസ്ഥതയുണ്ടോ? ആർഷഭാരതത്തിനകത്ത് മഹാവിഷ്ണു ആർഷഭാരതത്തിന്റെ ഓരോ ഭാഗങ്ങൾ പഠിച്ചാൽ ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം, അവന്റെ അവസാന ഭാഗങ്ങളിൽ മഹാവിഷ്ണു ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ഈ പ്രപഞ്ചം ആലില പോലെ വിറയ്ക്കുന്ന ഒരു ദിവസം വരും, അതാ ലോകാവസാനം. മഹാവിഷ്ണു പറയുന്നു, അന്ന് മുഴങ്കാലുകളെല്ലാം മടങ്ങ്, അന്ന് നല്ലതുപോലെ ജീവിക്കുന്നവൻ നല്ല കാര്യം ചെയ്യോ, അല്ലാത്തവനെല്ലാം ആലിന്റെ പുറത്തിരിക്കുന്ന പക്ഷി താഴെ വീഴുന്ന താളറിയാകുമെന്ന് ആർഷഭാരതത്തിനകത്ത് മഹാവിഷ്ണു പറയുന്നു. പ്രപഞ്ചം ആലില പോലെ വിറയ്ക്കുന്ന ഒരു കാലം വരും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ മനുഷ്യന് ദൈവം തന്ന ആത്മാവിനെ പാർപ്പിക്കുവാൻ ഒരു പ്രതീക്ഷമുണ്ട്. ഇസ്ലാം സഹോദരങ്ങളെ ഖുർആൻ മസ്നാദിനകത്ത് എഴുതിയിട്ടുണ്ട്, കീഴ പാതാളത്തിനകത്ത് കൊത്തിവലിക്കുന്ന പാമ്പുകൾ ഉണ്ടെന്ന്. ബൈബിളിനകത്ത് കെടാത്ത തീയും ചാകാത്ത പിടിയും സഖാവ് VS പറയുന്നു, ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ കീഴ പാതാളത്തിൽ കേടാത്ത തീ, ചാകാത്ത പിഴു. കേരളം ഞെട്ടിയത് മത്തായി സുവിശേഷം പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരു മതത്തിന്റെ പ്രസംഗമല്ല ഇവിടെ നടത്തുന്നത്, ഒരു സംഘടനയുടെ പ്രസംഗമല്ല നടത്തുന്നത്. ഇങ്ങനെ കവിവര്യന്മാർ പാടി, ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും കുഞ്ഞായിരിക്കുമ്പോൾ മരണം നിന്നെ പിടിക്കും, ബാല്യത്തിൽ മരണ
മരണം പിടിക്കും, കൗമാരത്തിൽ മരണം പിടിക്കും. നമ്മൾ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ, കോവിഡ് വാക്സിൻ ആകട്ടെ, ഏതൊക്കെ വാക്സിൻ ആകട്ടെ, ഇപ്പോൾ 51 വയസ്സും 41 വയസ്സുമുള്ളവരുടെ പടങ്ങൾ നെടുമങ്ങാടും വിതുരയും ബോണക്കാടുമല്ലോ പല സ്ഥലത്തും നല്ല ബുള്ളറ്റിനകത്ത് പാഞ്ഞ ചെറുപ്പക്കാരുടെ പടങ്ങൾ പടപട ഒട്ടിച്ചിരിക്കുന്ന ഒരു കാലം. ഞാൻ ഇപ്പോഴങ്ങ് പോവത്തില്ലെന്ന് പറഞ്ഞ പൊന്നപ്പൻ ചേട്ടനെ കോവിഡ് ഒതുക്കി, ഞാൻ ഇപ്പോഴങ്ങ് തീരത്തില്ലെന്ന് പറഞ്ഞ ആവറാച്ചാനെ 1 ഗ്രാം വൈറസ് ഒതുക്കിയെങ്കിൽ ഇന്ന് പകൽ ഈ കവലയിൽ ഞങ്ങൾ പറയുന്നു, വിശുദ്ധ ബൈബിളും പറയുന്നു, ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. അങ്ങനെയെങ്കിൽ ദേഹത്തിന് മാത്രം, ദേഹിക്ക് മാത്രം മരണം, ആത്മാവിന് മരണമില്ല. ഈ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി കർമ്മങ്ങളും കർമ്മകാണ്ഡാദികളും സൂക്തങ്ങളും ഘോരം ഇവിടെ പെയ്തിറങ്ങുമ്പോഴും ആത്മാവിന് വാസമുറപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ കവലയിൽ നിന്ന് ഇന്ന് വൈകിയ വേളയിലും പറയുന്നത്. അതിന് പകരമായി ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി വീടൊരുക്കുവാൻ പോയ ഒരേക സത്യ ദൈവമുണ്ട്. അവന്റെ പേരത്ര യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഇന്ന് പകലെ മണ്ണൂർ കോണത്ത് യേശു ക്രിസ്തു CSIക്കോ മർത്തോമയ്ക്കോ ഹൈന്ദവന് വേണ്ടി വന്ന ദൈവമല്ല. പാപം ചെയ്ത മനുഷ്യൻ പാപത്തിനകത്തിരിക്കുമ്പോൾ ഏത് മനുഷ്യനെ മരണം പിടിക്കാം, കവലയാത്രയിൽ മരണം പിടിക്കാം, രോഗത്തിൽ മരണം പിടിക്കാം, ട്രെയിൻ മറിഞ്ഞാൽ മരണം പിടിക്കാം. വൃക്ഷത്തിന്റെ കീഴിൽ കഴിഞ്ഞ ദിവസം കാറ്റടിച്ച് അനവധി പേർ മരിച്ചുപോയി. എവിടെയും മരണം പിടിക്കുമ്പോൾ ശരീരത്തിന് മരണം, ആത്മാവിന് മരണമില്ല. ആത്മാവിനെ അപ്പച്ചന്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യ ദൈവം യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന ഇന്ന് വൈകിയവേള മറ്റൊരുത്തനിലും മണ്ണൂർ കോണമേ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.4 1.5 ഏക നാമം യേശുവിന്റെ നാമം. നെടുമങ്ങാട് BJPയുടെ ശിബിരം നടക്കുമ്പോൾ സുഹൃത്തുക്കൾ ഇങ്ങനെ വിളിക്കും, ബലിദാനികൾ സിന്ദാബാദ്, ബലിദാനികൾ സിന്ദാബാദ്. വിതുരയിൽ CPMന്റെ സമ്മേളനം നടക്കുമ്പോൾ ബോണക്കാട് തൊഴിലാളികൾ ഘോരം വിളിക്കും, രക്തസാക്ഷി സിന്ദാബാദ്, രക്തസാക്ഷി മരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. അങ്ങനെ മാനവകുലത്തിന് രക്തം ചിന്തി ഏക സത്യദൈവം. എന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ മഹിമ വിട്ട് ഉന്നത കലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഭൂതലത്തിൽ അവൻ പിറന്നു. പ്രവാചകന്മാരുടെ നിവർത്തി പ്രകാരം അവൻ വളർന്നു. മാതാപിതാക്കളുടെ നടുവിൽ അവൻ പള്ളിയിൽ പോയി. 30ാമത്തെ വയസ്സിൽ അവൻ സ്നാനമേറ്റു. 3.5 വർഷം നന്മ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി, ദുഃഖിക്കുന്നവർക്ക് വിടുതലും കൊടുത്തു. 33.5 തിരുവയസ്സിൽ കാൽവരിയുടെ കുലക്കളത്ത് 2 കള്ളന്മാരുടെ നടുവിൽ 156 മുള്ളുള്ള ഒരു കിരീടം 39 അടി ഏറ്റുവാങ്ങി ഒരു പടയാളി യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴിക്കെങ്കിൽ ആ രക്തത്താൽ നിങ്ങൾക്ക് പാപത്തിന് വിമോചനമുണ്ട്. The blood of Jesus giving a victory. ഇന്ന് പകൽക്കാലം ഈ ചന്തക്കകത്ത് അല്ലെങ്കിൽ ഈ നെടുമങ്ങാട് പട്ടണത്തിനകത്ത് അനവധി തൊഴിലാളികൾ മണ്ണൂർ കോണത്തുണ്ട്. भाइयों बहनों, इसे संदेश सुनने वाला आप लोग को हम लोग बताता है, आप लोग किधर भी जाने का नहीं, पैसा खर्चा नहीं करने का नहीं, ना मंदिर जाके घूमने का नहीं. आज शाम को दिन आप लोग ये सोचना मांगता, अपना परमेश्वर उनका बेटा यीशु मसीह को इधर में भेज दिया. उस तीसरा 3 साल में अपना धरती में काम किया. तीसरा 3 साल पे वो 2 चोर का बीच में कालवरी का पकड़ में मृत्यु हो गया. एक पकड़ वाला आया, अपना यीशु का पेट में चाकू मारा, उधर से खून निकल गया. उनका खून से मेरे को सफाई करना. हिंदी वाला आदमी लोग आजकल इधर बहुत है, मेरा भाई बहन बेटा किधर भी बैठेगा, इसी सोचना मांगता. परमेश्वर का धन्यवाद करके इसी शाम को बताता है, वो यीशु मसीह का खून से मेरे को साफ करो. उनका नाम आज शाम को जीव का किताब में डालेगा. उसको पकड़ने के लिए मेरा यीशु आएगा. അതുകൊണ്ട് ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന വിപത്തായി മദ്യപാൻ നല്ലൊരു നാടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, നല്ലൊരു കുടുംബത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, നല്ലൊരു അപ്പനെയും അമ്മയും കുഞ്ഞുങ്ങൾ കാത്തിരിക്കുമ്പോൾ, ഒരു പഞ്ചായത്ത് നല്ലൊരു പൗരനെ കാത്തിരിക്കുമ്പോൾ, കേരളം നല്ല ചെറുപ്പക്കാരെ കാത്തിരിക്കുമ്പോൾ അവരെ പോലെ തകർക്കുന്ന വിപത്തായി ഇവിടെ മദ്യപാന. കാശില്ല എന്ന് മലയാളികൾ ഘോരം പറയുന്നു. പക്ഷേ പെരുന്നാളും തിരുനാളും കഴിഞ്ഞാൽ കേരളത്തിന്റെ കണക്കെടുത്താൽ ഒരു ദിവസം 150-160 കോടി രൂപയ്ക്ക് മദ്യം കുടിക്കുന്ന കേരളം. ഇതിന്റെ പ്രത്യേകത മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഈ വാഹനത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഞങ്ങളുടെ കാശുണ്ട്, നല്ല ബിരുദമുണ്ട്, ഞങ്ങൾക്ക് വേണേ ബിവറേജസിൽ പോയി കുടിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഞങ്ങൾക്ക് കുടിക്കാം. കുഞ്ഞുങ്ങളെ, ഞങ്ങൾ ഇതിനകത്ത് വീടാതിരിപ്പാൽ ഞങ്ങളെ സ്നേഹിച്ച ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ പേരാ കാൽവറിയിലെ സ്നേഹം. അതുകൊണ്ടാ ഇന്ന് ഞങ്ങളുടെ കയ്യിൽ പണമുണ്ടായാലും സമ്പത്തുണ്ടായാലും ഡിഗ്രി ഉണ്ടായാലും കൂട്ടുകാർ ഞങ്ങൾക്ക് മദ്യം വെച്ച് നീട്ടിയാലും ബിയറിന്റെ കുപ്പികൾ ഞങ്ങളെ കാണിച്ചാലും അതിന്റെ നടുവിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ഒരു സ്നേഹത്തിന്റെ പേരാ കാൽവറിയിലെ സ്നേഹം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ചില മിനിറ്റുകൾ കൊണ്ട് ഞങ്ങളുടെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ മദ്യത്തിനകത്ത് വീഴാതെ, മയക്കുമരുന്നിനകത്ത് വീഴാതെ,
വീഴാതെ, ആത്മഹത്യക്കകത്ത് വീഴാത്ത, കൊലപാതകത്തിനകത്ത് വീഴാതെ ഇതിൽ നിന്ന് രക്ഷ നേടുവാൻ ഒരു വാക്സിനെ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞിന് വിതുരയും ബോണക്കാടും മണ്ണൂർക്കോണത്തും നെടുമങ്ങാട് ഒരു വാക്സിൻ ഇവിടുത്തെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ പേരാ പോളിയോ വാക്സിൻ. പോളിയോ വാക്സിൻ എന്താ പോളിയോയുടെ പ്രത്യേകത? 5 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിനകത്ത് കാല് മുടന്തി കിടക്കാൻ ഇന്ത്യയിലെ നരേന്ദ്രമോദിജി അനുവദിക്കുന്നില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അനുവദിക്കുന്നില്ല, ആരോഗ്യമന്ത്രി വീണ ജോർജ് അനുവദിക്കുന്നില്ല. അവരുടെ പഞ്ചായത്ത് ഹെൽത്ത് സെന്റർ തോറും നടന്ന് വളരെ വ്യക്തമായിട്ട് വരും, കുഞ്ഞുങ്ങളെ കൊണ്ടുവരും പോളിയോ വാക്സിൻ. നമ്മുടെ വീട്ടിനകത്ത് ഒരു കുഞ്ഞ് കാല് മുടന്തി കിടക്കാൻ അനുവദിക്കത്തില്ല. എന്താ ഭിന്നത്വത്തിൽ പോളിയോ വരാതിരിക്കാൻ വേണ്ടിയ വാക്സിൻ എങ്കിൽ ഇന്ന് മനുഷ്യകുലത്തിന് സ്വാതന്ത്ര്യത്തിന്റെ 79ാമത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പാപം നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ട്. ആ പാപത്തിന്റെ പരിഹാരം: 1 മദ്യപാനം, 2 കൊലപാതകം, 3 പക, 4 പിണക്ക്, 5 ദ്വന്ദ്വപക്ഷം, 6 ജാരശങ്ക. ഈ പാപത്തിന് പരിഹാരമായി ഒരു വാക്സിനെ ആർക്കെങ്കിലും പരിചയപ്പെടുത്താമോ? നമ്മുടെ മണ്ണൂർക്കോണത്ത് ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ചെന്ന് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറോട് പറയും, സാറേ എനിക്ക് പാപമുണ്ട്, മരുന്ന് തരണം. അദ്ദേഹം പറഞ്ഞു പുറത്തു പോകാൻ പറഞ്ഞു. അപ്പൊ ആരോ പറഞ്ഞു പേരൂർക്കട ജനറൽ ആശുപത്രിയിൽ പോയാൽ മതി, ഒരു 5 ദിവസം നിനക്ക് ട്രീറ്റ്മെന്റ് തരും. അവിടെ ചെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സാറേ എന്റെ ശരീരത്തിൽ പാപമുണ്ട്, എനിക്കൊരു ട്രീറ്റ്മെന്റ് തരും. അവര് തള്ളിക്കളഞ്ഞു. ആരോ പറഞ്ഞു മെഡിക്കൽ കോളേജ് സർജനെ കണ്ടാൽ മതി, നിന്റെ ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന പാപത്തെ മാറ്റാം. അവൻ മെഡിക്കൽ കോളേജ് സർജന്റെ അടുത്ത് പറയും, സാറേ എന്റെ ജീവിതത്തിൽ പാപമുണ്ടെന്ന് മാറ്റാൻ കഴിയുമോ? അദ്ദേഹത്തെ തള്ളി. 4ാമത് ആരോ പറഞ്ഞു RCC ചെന്നാ മതി, കടന്നു കൊടുത്താൽ റേഡിയേഷൻ അടിച്ച് നിന്റെ പാപം മാറ്റുമെന്ന്. ഈ ചെറുപ്പക്കാരൻ RCC ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് പാപമുണ്ട്. ഡോക്ടർ പറഞ്ഞു, ഈ പാപത്തിന് എന്റെ പരിഹാരമില്ല. അങ്ങനെയെങ്കിൽ 79ാമത് സ്വാതന്ത്ര്യലബ്ധി आजादी का अमृत होने के 79 साल का अंदर अपना इंडिया पहचान में नया इंडिया के लिए जाने वाला दिन, आने वाला दिन में हम लोग को इधर बताना चाहिए, क्या बताना चाहिए? इस पाप का परिहार में हम लोग एक वैक्सीन इधर बताता है. ഈ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു വാക്സിനെ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. കോവാക്സിൻ അല്ല, കോവിഷീൽഡ് അല്ല, പോളിയോ വാക്സിൻ അല്ല, അതിന് പകരമായി ഒരു വാക്സിന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതത്രേ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ച് അവനിൽ യാതൊരു കുറ്റവുമില്ലെന്ന് പീലാത്തോസ് ഹേരോദാവും എഴുതിയപ്പോൾ രോമൻ കത്തിരിക്കുന്നവരുടെ നടുവിൽ ഒരു ആടിനെ പോലെ ചായ്ച്ചു കൊടുത്ത് ലോകത്തിന്റെ മധ്യപകുതിയായ കാൽവറയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്നൊരു പകൽ ഏത് തൊഴിലാളി സഖാക്കൾ സുഹൃത്തുക്കൾ ആര് പറഞ്ഞാലും നിങ്ങളുടെ പാപത്തെ മാറ്റുവാൻ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുവിന് കഴിയും. ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഒരു സംഘടനയുടെ പ്രസംഗമല്ല. പലരും തെറ്റിക്കുന്നുണ്ട്, യേശു വരുന്നത് ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനിയാക്കാനെന്നല്ല. യേശു വന്നത് പാപികളെ തേടി വന്ന ഏകരക്ഷകനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു മതം ഉണ്ടാക്കാനല്ല വന്നത്, മതപരിവർത്തനത്തിനല്ല വന്നത്. പാപം ചെയ്ത മനുഷ്യനെ മരണം പിടിക്കുമ്പോൾ മരണത്തിന്റെ കരാളക്കുഴിയിൽ അവൻ വീടാതെ അവന്റെ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കുക ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഇന്ന് പകലും ഞങ്ങൾ ചങ്കൂറ്റത്തോടെ ഈ കവലയിൽ പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല. പുണ്യസ്ഥലങ്ങൾ തേടണ്ട, നോമ്പുകൾ നോക്കണ്ട, പണങ്ങൾ വാരി വാരി വിതരണ്ട, മതം മാറണ്ട കുഞ്ഞ്, സംഘടന മാറണ്ട കുഞ്ഞ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു പരമയാഗമായെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണേ. ക്രിസ്തു തരുന്ന സ്വാതന്ത്ര്യം. 79ാമത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ചില ദിവസങ്ങൾ കഴിഞ്ഞ് നാം ആഘോഷിക്കുമ്പോൾ മദ്യം വിരുദ്ധമാക്കി, മയക്കുമരുന്ന് വലിച്ചെറിഞ്ഞ്, പാൻപരാഗ ശംഭുവെല്ലാം വലിച്ചെറിഞ്ഞ് നല്ല ഗൃഹനാഥനായി, നല്ല ഗൃഹനാഥയായി, സമൂഹത്തിന് കൊള്ളാവുന്ന കുഞ്ഞായി, സമൂഹത്തിന് വേണ്ടി ഗുണപ്പെടുന്ന കളക്ടറായി, ഡോക്ടറായി മാറുവാൻ ഈ പട്ടണത്തിനകത്ത് ഒരു കൂട്ടം ജനത്തെ വാർത്തെടുക്കട്ടെ എന്ന സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഏറ്റവും നിർണായകമായ സ്വാതന്ത്ര്യദിന സന്ദേശ വാർത്തയാ ഞങ്ങളുടെ ഈ പകലിൽ ഇവിടെ പ്രസാവിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ വാക്കുകൾ കേട്ട് മദ്യപാനത്തോട് നിങ്ങൾ ഗുഡ് ബൈ പറയുക. അല്പനേരം കിട്ടുന്ന OCP, OPR ജവാനും അടിച്ച് ക്യാൻസറും പിടിച്ച് കണ്ണിന്റെ കാഴ്ചയും പോയി കാലിനകത്ത് പിണങ്ങളുമായി നടക്കണോ കുഞ്ഞ്? MDMA എന്ന് പറഞ്ഞ് മണിക്കൂറിന് കാശ് കൊടുത്തുകൊണ്ട് ലഹരി കൈകളിൽ കുത്തിവെച്ചുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ കുത്താനുള്ള ടെൻഡൻസി നിനക്ക് വേണോ? അതിൽ നീ ഗുഡ് ബൈ പറ. അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി നാവുകളുടെ രസത്തിന് തുളിച്ചിറക്കുന്ന ഈ
ഈ പാൻപരാഗും പാൻ മസാലയും വെടിഞ്ഞുകൊണ്ട് പുതിയൊരു മനുഷ്യനായി പുതിയ സ്വാതന്ത്ര്യ ദിനത്തിൽ കടന്നു വരൂ. പടപട വലിച്ച് ചാർമിനാർ പുകവലിയും കാജാബീഡിയും അടിച്ച് നിന്റെ ചങ്കിനകത്ത് വരുന്ന പുകയാൽ അവസാന രോഗിയായി മാറാതെ ഈ സത്യ സന്ദേശവും ലഘു സന്ദേശവും അത് ബോധവൽക്കരണ യാത്രയും കണ്ടിട്ട് മടങ്ങി വന്ന് ക്രൂശിലേക്ക് നോക്കി പാതാരബിന്ദങ്ങളിൽ നിന്നുകൊണ്ട് യേശുവേ, ഞാനൊരു ഭാവിയാണ്, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരണം, എന്റെ കുടുംബത്തിന് ഒരു സമാധാനം തരണമെന്ന് ഇന്ന് പകൽ ആരെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ കൂടിയുള്ള സൗജന്യ രക്ഷ നിങ്ങൾക്ക് തരുക, ക്രിസ്തുവിൽ കൂടിയുള്ള സൗജന്യ സമാധാനം നിങ്ങൾക്ക് തരുക. ഇനി അധികം സമയം നമ്മുടെ മുൻപിലില്ല. അതുകൊണ്ട് ഈ വാക്കുകൾ കേൾക്കുന്ന നല്ല സഹോദരങ്ങൾക്കായി, നല്ല കച്ചവടക്കാർക്കായി, നല്ല ഓട്ടോ ഡ്രൈവേഴ്സിനായി, ഞങ്ങളുടെ സഹോദരങ്ങൾ തൊഴിലാളി സഖാക്കൾക്കായി, സുഹൃത്തുക്കൾക്കായി ഞങ്ങൾ ഈ സന്ദേശയാത്ര സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ കാലം ഇനി അധികമുണ്ടോ? പ്രകൃതിയുടെ ദുരന്തങ്ങൾ ഇവിടെ ആഞ്ഞടിക്കുന്നു. 79 കിലോമീറ്റർ കാറ്റാ കേരളത്തിലടിക്കുന്നു. റീത്തയും കാത്രീനയും വിൽമയും ആർവിയും ഓർമ്മയും മാത്യുവും ഫ്ലോറൻസും ലോറൻസും മകായും ബുൾബുളും കാറ്റുകളെല്ലാം ഇവിടെ അടിച്ച് മനുഷ്യനെ തീർത്തുകൊണ്ടിരിക്കുന്നു. കലിതുള്ളുന്ന പ്രകൃതി, സുനാമി തിരകൾ ലോകത്തെ. കഴിഞ്ഞ ദിവസവും സുനാമി, ജപ്പാനിലെ സുനാമി, കടലിന്റെ മുഴക്കങ്ങൾ, ഒരു സ്ഥലത്ത് പശ്ചിമേഷ്യ മുഴുവൻ കത്തുന്നു. ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം 7 രാജ്യങ്ങളുമായി ഇന്നും സംഘർഷത്തിനകത്ത്. ഇറാനെ ആക്രമിക്കുന്നു, ഫലസ്തീനെ ആക്രമിക്കുന്നു, സിറിയ ആക്രമിക്കുന്നു, ലെബനോനെ ആക്രമിക്കുന്നു, യമനെ ആക്രമിക്കുന്നു. ആക്രമണങ്ങളെല്ലാം ഇവിടെ പെരുകുന്നു. കഴിഞ്ഞ 3 വർഷമായി നെടുമങ്ങാട്, മന്നൂർക്കോണം, കവരെ ഞങ്ങൾ പറയുന്നു, റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം ഉക്രൈനുമായി ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആരാ ഭാഗ്യവാന്മാർ? ഒരു മനുഷ്യർക്ക് സ്വസ്ഥതയില്ലാത്ത കാലം. സാമ്പത്തിക മണ്ഡലം തകരുന്നു. കോവിഡ് വന്നു പോയി, കോവിഡിന്റെ വാക്സിനും നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അത് കയ്യിലിരിക്കുന്ന സാനിറ്റൈസറും പോയി, മാസ്ക് എല്ലാം വലിച്ചെറിഞ്ഞു. പക്ഷെ ഇന്ന് നെടുമങ്ങാട്ട് സാമ്പത്തിക മാന്യം, പുരയിടത്തിന് വിലയില്ല, കെട്ടിടത്തിന് വിലയില്ല. ഇന്ന് വലിയ കർഷകരെല്ലാം വളരെ രീതിയിൽ ആറ്റുനോറ്റിരുന്ന റബ്ബർ 200 രൂപ വില കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന റബ്ബർ കാറ്റടിച്ച് റബ്ബറിന്റെ ഇലയും പോയി, പട്ടയും പോയി, കറയും പോയി. അതുകൊണ്ട് ഇത് കാണുന്നതെല്ലാം ഇവിടെ താൽക്കാലികമായിട്ട് തീരുന്ന ഒരു കാലം വരുന്നു. കെട്ടിപ്പൊക്കിയതും അമ്പര ചുംബികളുമല്ല, പടപട കാറ്റടിച്ച് വീഴുന്ന സുനാമി തിരകൾ ലോകത്തെ കാത്തു നിൽക്കുന്നു. അമേരിക്ക ട്രംപ് വന്നിപ്പോ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല, ട്രംപ് ആകെ കടന്ന് കുഴങ്ങുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യ പദ്ധതി വെച്ചു. സാമ്പത്തിക പ്രശ്നം കൊണ്ട് 4-ാം ദിവസം അവരുമാടി നിർത്തി. ഇവിടെ കേരളത്തിലെ സാമ്പത്തിക മണ്ഡലം തകരുന്നു. അങ്ങനെയെങ്കിൽ ഇതെല്ലാം അസ്തമിക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികളെല്ലാം ഇവിടുന്ന് യാത്രയാകുന്ന ഒരു കാലം ഇവിടെ വരാറായി. എന്നാൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം പറയുന്നു, പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഒരു ഏക സത്യ ദൈവമുണ്ട്. അവനെയാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് കിടക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജിയും കൂടെ ഉണ്ടായിരുന്ന നെഹ്റുജിയും കൂടെ ഇന്ദിരാജിയും അതിനുശേഷം ചാച്ചാജിയും എല്ലാം ദാ കിടക്കുന്ന രാജീവ് ഗാന്ധി രാജ്ഘട്ടിനകത്ത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ കാറൽ മാർക്സും ഏംഗൽസും കിടക്കുന്ന ബ്രിട്ടനകത്ത്. ലെനിനും സ്റ്റാലിനും കിടക്കുന്ന സുഹൃത്തുക്കളെ അവിടെ ക്രെംലിൻ കൊട്ടാരം റഷ്യയിൽ. എന്നാൽ ഇന്ന് വൈകിയ വേളയിൽ നെടുമങ്ങാടിനോട് ഞങ്ങൾക്ക് പറയാം, ഇന്നത്തെ ഇസ്രയേലിന്റെ പശ്ചിമേഷ്യയുടെ മധ്യപകുതി, പലസ്തീനിലെ പടിഞ്ഞാറേ ചെരുവിൽ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ അവിടെ തുറന്നു കിടക്കുന്നു. അതിനകത്ത് 26 ഭാഷകളിൽ എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല. ഈ സെറായ്സ് മരിച്ചവർ ആദ്യഫലക്കറ്റായി ഉയർത്തെഴുന്നേറ്റ ഒരുവൻ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു. എല്ലാ നേതാക്കളും എല്ലാ വീരന്മാരും കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ ചങ്കൂറ്റത്തോടെ only one, the Jesus is the Savior. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് he is no more here, he is arise. മരിച്ചവരിൽ ആദ്യഫലക്കറ്റ് അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി ഇവിടുത്തെ മന്ത്രിമാർ വീഴും, ഭരണകൂടങ്ങൾ വീഴും, നേതാക്കൾ വീഴും. വീഴാത്ത ഒരുവർ ഒരു സിംഹാസനവുമായി തന്റെ ജനത്തെ ചേർക്കുവാൻ ഈ തലമുറയിൽ വരാൻ കാലമായി. അതുകൊണ്ട് ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. സമാധാനത്തിന്റെ പ്രഭുവായി നിത്യതയുടെ പിതാവായി ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരാറായി. ഒരിക്കൽ കൂടി അവസാന ഭാഗങ്ങളിലേക്ക് കൊച്ചു കേരളം 3.5 കോടി കാർന്ന് തിന്നുന്ന വിപത്തായി ആത്മഹത്യ, കാർന്ന് തിന്ന വിപത്തായി MDMA, മയക്ക് മരുന്ന്, ഹാഷിഷ് ഓയിൽ, ഹൈബ്രിഡ് കഞ്ചാവ്, കാർന്ന് തിന്നുന്ന മഹാവിപത്തായി മദ്യപാനം ആഞ്ഞടിക്കുന്നു, പാൻപരാഗ പാൻ മസാലയും അടിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനമില്ല, വിഭാഗമോചനം പെരുകുന്നു, കത്തിക്കുത്തും കലാപവും എല്ലാം പടപട ഇവിടെ നടക്കുന്നു. വർഗീയ സംഘടനകളുടെ പിലവിൽ രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കാൻ കാത്തിരിക്കുന്നതിന്റെ നടുവ് ഇതിന്റെയൊക്കെ ഒരു പരിസമാപ്തിയായിട്ട് സമാധാനത്തിന്റെ കാംക്ഷിയായി ഒരുവനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. യേശു
യേശു ക്രിസ്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വരുന്നുണ്ട്, ലോകം തരുന്ന സമാധാനമല്ല, നിങ്ങൾക്ക് ഞാൻ തരുന്ന സമാധാനം. 79ാമത് സ്വാതന്ത്ര്യദിന സന്ദേശം ഇവിടെ ഞങ്ങൾ പരിസമാപ്തിയാകുമ്പോൾ ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഇതൊരു സംഘടനയുടെ പ്രസംഗമല്ല, ഇതൊരു പ്രസ്ഥാനത്തിന്റെ പ്രസംഗമല്ല. നിങ്ങളുടെ പാപത്തെ മാറ്റുവാൻ, മദ്യപാനത്തെ മാറ്റുവാൻ, മയക്കുമരുന്നിനെ മാറ്റുവാൻ, ലഹരിയെ മാറ്റുവാൻ, തകർന്ന കുടുംബജീവിതത്തെ മാറ്റുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ ഒരുവനേ ഉള്ളൂ, ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവേ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം. 79ാമത് സ്വാതന്ത്ര്യദിനം ഡൽഹിയിൽ ചുവപ്പ് കോട്ടയിൽ ഉയർത്തുന്നതിന് മുമ്പ് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാ മതങ്ങളും ഒരുപോലെ, സഹോദരനും അവറാച്ചായനും പൊന്നപ്പൻ ചേട്ടനും സോമയണ്ണനും ഇസ്മായിൽ കാക്കയും ഒരുപോലെ സഹകരിച്ച ഒരു മണ്ണായി നമ്മുടെ കേരളം മാറി. ഒരമ്മ മക്കളെ പോലെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ 79 ഒരാവശ്യം വരുമ്പോൾ, അവറാച്ചാന്റെ വീട്ടിൽ ഒരാവശ്യം വരുമ്പോൾ സോമൻ ചേട്ടൻ ഓടിച്ചെല്ലണം. സോമൻ ചേട്ടൻ ബൈക്കിൽ നിന്ന് വീണാൽ ഇസ്മായിൽ കാക്ക ഓടി വന്ന് കരങ്ങളിൽ താങ്ങിയെടുത്ത് വെള്ളം കൊടുക്കുന്ന നല്ലൊരു ഭാവി കേരളമായി ഒരമ്മ മക്കളെ പോലെ വാഴുവാൻ, ഒരു ഭാവി ഇന്ത്യക്കായി 150 കോടിയിലേക്ക് കുതിക്കുന്ന മോഡിജിയുടെ നേതൃത്വത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ, ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഉത്തുംഗ ശൃംഖത്തിലേക്ക് പോകുന്ന ഇന്ത്യ, ലോകത്തിന്റെ നിറകയിൽ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിച്ചുകൊണ്ട് 3ാമത്തെ എയർഫോഴ്സിന്റെ വിമാനത്തിന്റെ ലോകത്തിലെ സൈനിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന നല്ല ഇന്ത്യയിൽ നല്ല ചെറുപ്പക്കാർ എഴുന്നേറ്റ് വരട്ടെ, നല്ല ചെറുപ്പക്കാരികൾ എഴുന്നേറ്റ് വരട്ടെ, നല്ല സ്റ്റഡി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വരട്ടെ, നല്ല സയന്റിസ്റ്റുകൾ എഴുന്നേറ്റ് വരട്ടെ, നല്ല ഡോക്ടേഴ്സ് എഴുന്നേറ്റ് വരട്ടെ, നല്ല ആശുപത്രികൾ ഇവിടെ വരട്ടെ, നല്ല ആരാധനാലയങ്ങൾ വരട്ടെ. 79ാമത് സ്വാതന്ത്ര്യ ദിനം നമ്മൾ കടക്കാൻ ചില ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഭാവി ഇന്ത്യക്ക് വേണ്ടി നമ്മൾക്ക് കൈ ഉയർത്താം, ഭാവി കേരളത്തിന് വേണ്ടി കൈ ഉയർത്താം, മണ്ണൂർ കോണത്തിന് വേണ്ടി കൈ ഉയർത്താം. ഐക്യത്തോടെ ജനം നിറഞ്ഞ് ജീവിച്ചു പോകുന്ന മദ്യപാനവും പുകവലിയും മയക്കുമരുന്നും കഞ്ചാവും അതിരുതർക്കവും മതത്തർക്കവും ഇല്ലാതെ സ്നേഹവും സദ്ഭാവനയും വിവാദനം ചെയ്ത നവോത്ഥാന നായകന്മാരുടെ പാതകളും, അതുപോലെ ക്രൈസ്തവ മതഭേദങ്ങളും ഹൈന്ദവരുടെ നല്ല വേദങ്ങളും ഇസ്ലാമിന്റെ മതഭേദങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിപ്പാനുള്ള സർവശക്തന്റെ കൃപ ഈ പട്ടണത്തിന് തരട്ടെ എന്ന് ആശംസിക്കുന്നു. ചില മിനിറ്റുകളിൽ ഞങ്ങളെ കേട്ട കവടകൾ കേട്ട സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കച്ചവട സ്ഥാപനങ്ങൾ ഞങ്ങളെ കേട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. തൊഴിലാളി സുഹൃത്തുക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആട്ടോ ഡ്രൈവേഴ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ പർദീസ ഗോസ്ബൽ മിനിസ്ട്രീസ്, അതോടൊപ്പം തന്നെ ISROയിൽ മുൻപ് ഇവിടെ ആയിരുന്ന ബഹുമാനപ്പെട്ട തോമസ് സാർ, ലിസി സാർ, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ പട്ടണത്തിനകത്ത് ഒരു പരസ്യയോഗം നടത്തണമെന്ന്. അവരുടെയും താല്പര്യപ്രകാരം, ISROയിലെ സ്റ്റാഫായിരുന്നു, അവരുടെയും താല്പര്യപ്രകാരമാണ് ഞങ്ങൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിന് മുൻപ് ഇവിടെ വന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഈ സത്യകാര്യങ്ങൾ രേഖപ്പെടുത്തിയത്. നല്ലൊരു പട്ടണമായി, സമാധാനത്തിന്റെ പട്ടണമായി, കത്തിക്കുത്തില്ലാത്ത പട്ടണമായി, മയക്കുമരുന്നില്ലാത്ത പട്ടണമായി, സഹോദരങ്ങളെ പോലെ പെരുമാറുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളായി ഈ പട്ടണത്തിലുള്ളവർ മുൻപോട്ട് പോകട്ടെ. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നു. ആഗസ്റ്റ് 15 മുമ്പ് തന്നെ ഞങ്ങളുടെ ഗോസ്ബൽ മിനിസ്ട്രിയുടെ എല്ലാ സ്വാതന്ത്ര്യദിന ആശംസകളും ഇത്തരുണത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. ഇത്തരുണത്തിൽ ഈ പട്ടണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട പാസ്റ്റർ ബോബസ് ഇവിടുത്തെ എല്ലാവർക്കും വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. അടുത്ത സ്ഥലമായ നെടുമങ്ങാട്ടേക്ക് ഞങ്ങൾ നീങ്ങുന്നു. ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹീതമായ നല്ല സന്ദേശത്തെ ഈ മണ്ണൂർക്കുളം ദേശത്തേക്ക് നൽകിയ പാസ്റ്റർ സജു ചാത്തന്നൂർ അവർകൾ ഇന്ന് ക്രിസ്തീയ ലോകത്ത് ആമേൻ ചരിത്രവും ബൈബിളുമായി ഒരുമിച്ച് ആമേൻ ചേർത്ത് വെച്ച് നല്ല സന്ദേശങ്ങളെ നൽകുന്ന പ്രിയ പാസ്റ്ററെ ദൈവം കൂടുതലായി അനുഗ്രഹിച്ചു മാനിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന അൻപുള്ള നല്ല ദൈവമായി സ്വർഗീയ പിതാവേ, അനുഗ്രഹം ശ്രേഷ്ഠമേറിയ ഈ നല്ല സന്ധ്യാവേളയിൽ അപ്പച്ച ഈ ദേശത്തിന് വേണ്ടുന്ന നല്ല സന്ദേശത്തെ, അനുഗ്രഹീതമായ നല്ല ആമേൻ ആമേൻ ആലോചനകളെ പ്രിയ ദേവദാസനിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഈ കേട്ട സന്ദേശങ്ങളൊന്നും പാഴായി തീരരുത് കർത്താവേ. കേൾക്കപ്പെട്ടവർ മാനസാന്തരപ്പെടട്ടെ. മദ്യം, മയക്കുമരുന്ന്, ആമേൻ ഇതര ലഹരി പദാർത്ഥങ്ങൾ ആമേൻ വിട്ടൊഴിഞ്ഞ് നല്ല കുടുംബ ജീവിതങ്ങളെ നയിപ്പാൻ, നല്ല അപ്പനായിരിക്കാൻ, നല്ല ഭർത്താവായിരിക്കാൻ, നല്ല ഭാര്യയായിരിക്കാൻ, ആമേൻ നല്ല സഹോദരങ്ങളായിരിക്കാൻ ഈ ദേശത്ത് ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ദേശത്തെ സ്നേഹിക്കുന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നപ്പാ. ഈ ശബ്ദ പരിധിക്കുള്ളിൽ കേട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരനുഗ്രഹം പ്രാപിക്കട്ടെ. വിശേഷാൽ ആമേൻ ഈ ദേശത്തുള്ള സ്ഥാപനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പച്ച ആമേൻ അവരെല്ലാം അനുഗ്രഹിച്ചു മാനിക്കുമാറാണെന്ന് കർത്താവേ. അവരുടെ സ്ഥാപനങ്ങളൊക്കെയും അനുഗ്രഹത്തോടെ തന്നെ ഇരിപ്പാൻ സ്വർഗ്ഗം സഹായിക്കണം. സ്ഥാപനത്തിൽ അധ്വാനിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും സന്തോഷത്തോടെ അധ്വാനിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു.
ആമേൻ. ഹല്ലേലൂയ. വാഹനങ്ങളെ ഓടിക്കുന്ന ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്, ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്. ഈ സഹോദരങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട സന്ദേശം അവർക്ക് അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. വരുന്ന ദിവസങ്ങളിൽ ആ സന്ദേശത്തിനൊത്തവണ്ണം അവരുടെ ജീവിതം ആമേൻ ഹല്ലേലൂയ വീണ്ടും പുതുക്കി പണിയുവാൻ സ്വർഗം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞങ്ങൾ നെടുമങ്ങാട് ആമേൻ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് കടന്നു പോകുന്നു. അവിടെയും നല്ല സന്ദേശത്തെ നൽകുവാൻ പ്രിയദാസനെ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ദേശവാസികൾക്ക് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയാൽ കേൾക്കുമാറാകണമേ സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ.